എല്ലാവർക്കും നമസ്കാരം. മലബാറിലെ ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാത്തിക്കൊണ്ട് കായിക വകുപ്പ് 50 കോടി രൂപയുടെ പുതിയ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു. മലബാറിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിന് ലഭിച്ച അംഗീകാരമായി ഇതിനെ കാണാം. പക്ഷേ ഒരു മലബാറുകാരൻ എന്ന നിലയിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, മലബാറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മുൻഗണന ഈ 50 കോടിയുടെ സ്റ്റേഡിയം തന്നെയാണ്. നമുക്ക് മുമ്പിൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ഉണ്ട്, കോഴിക്കോട് EMS സ്റ്റേഡിയമുണ്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച ഈ സ്റ്റേഡിയങ്ങളിൽ വർഷത്തിൽ എത്ര ദിവസമാണ് മത്സരങ്ങൾ നടക്കുന്നത്? ബാക്കി ദിവസങ്ങൾ കൃത്യമായി പരിപാലിക്കാൻ പോലും ഫണ്ടില്ലാതെ നശിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും ഒരു 50 കോടി കോൺക്രീറ്റ് ഗാലറികൾക്കായി കെട്ടിപ്പൊക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട്? വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കിട കടക്കട്ടേന്ന് സ്റ്റേഡിയം ഒക്കെ എത്ര കിട്ടിയാലും നമുക്ക് കയറുമോ? നമുക്ക് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ പോയിരുന്നൂടെ? ഇനി നമ്മളെ പാർട്ടി പരിപാടികളോ എന്താ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് അവിടെ പോയി ആ ഗാലറിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കാലോ. ഓല് വെറുതെ തന്നെയല്ലത്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പോവൂലേ? അനക്ക് പറ്റിയില്ലല്ലേ അത്? പിന്നെ എന്താ പറഞ്ഞത്, മറ്റേ മഞ്ചേരിയിൽ സ്റ്റേഡിയം ഉണ്ട്, മറ്റേ കോഴിക്കോട് സ്റ്റേഡിയം ഉണ്ട്, അതിലൊക്കെ എപ്പോഴേലോ കളി നടക്കണെന്നാണ് പറയുന്നത് അല്ലേ? അല്ല, അപ്പൊ സത്യത്തിൽ എന്താ എത്തിക്കണത്? ഉണ്ടാക്കണത് കല്യാണ മണ്ഡപം എത്തിക്കണേ? ആഴ്ചയിൽ 2-3 കളി നടക്കാനും മറ്റേ ഇങ്ങനെ ഇതാക്കി കൊണ്ടെടുക്കാനൊക്കെ എന്റെ വിചാരത്തിൽ എന്താ ഇങ്ങനെ ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ കളിയെടുക്കുക? അപ്പൊ ഓരോ ഒലക്കി അറിയില്ലല്ലേ? ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞെളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ എനക്ക് സതീശന്റെ കുറെ കുറ്റം പറയാൻ ചാൻസ് കിട്ടണം. എനക്കിങ്ങനെ എന്റെ ഉദ്ദേശം ഇപ്പൊ അതാണ്. സതീശനെ നല്ല കുറ്റം കണ്ടെത്തിയാണ്ട് എന്ത് നല്ലത് ചെയ്താലും ശരിയാ, നല്ലത് പറയുന്ന പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും ചെകഞ്ഞെടുത്തിട്ട് നെഗറ്റീവ് കണ്ടിട്ട് വരും. ഇപ്പം പറയാം, അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കുന്നത്? ഇവിടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കല്ല സ്റ്റേഡിയം. അപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ ഇപ്പൊ ഓൽക്ക് നടക്കാതില്ലാതെ അതിൽ കിടക്കാണ് സ്റ്റേഡിയം കൊണ്ടേ. മലബാറിനൊക്കെ സ്റ്റേഡിയം കൊണ്ട് നിറഞ്ഞു കിടക്കുക. മഞ്ചേരിയത്തെ സ്റ്റേഡിയം ഒക്കെ അല്ലേ, അത് വെറിഞ്ഞടക്കല്ലേ എന്നാ പറയുന്നത്. എന്റെ വിചാരം ഇപ്പൊ ഇത് കല്യാണ മണ്ഡപത്തിന്റെ മാതിരി ആഴ്ചയിൽ കല്യാണവും മറ്റേതും നടക്കുന്ന ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇത് കളി ആദ്യമൊക്കെ ഒന്ന് പഠിച്ചു പാടച്ചെങ്കായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ അനക്ക് ഒരാളെ ഇതാക്ക എന്റെ ലക്ഷ്യം എന്താന്നില്ല, ഇതൊക്കെ ഞമ്മക്കറിയാം. ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്താണെന്നുള്ളത്. അനക്ക് സതീശനെ കെട്ടി ചൊറിയാനും സതീശന്റെ ഇതിനോട് കിട്ടിക്കഴിഞ്ഞാൽ അനക്ക് നല്ല സുഖ. എന്നിട്ട് സതീശന്റെ മേത്ത് ഇങ്ങനെ എനിക്ക് കയറണം. ഇന്നേ വരെ എന്റെ നാവുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞിട്ടില്ല എടോ പറയാ സേഡിയൊക്കെ ഇപ്പൊ എന്തിനാ അതിന് പന്തൽ എന്താണ് കളി സ്പോർട്സ് എന്താന്നില്ലൊക്കെ ഒന്ന് അറിയണ ചങ്ങായി. ഉണ്ടായ മുതൽ ഈ മറ്റേ SDPIന്റെ മറ്റേ ഇതിൽ കൂടിങ്ങാണ്ട് അതിന്റെ പിന്നാലെ അങ്ങനെ നടന്നുകാണ്ട് കണ്ണി കണ്ട ആൾക്കാരെ കുറ്റം കണ്ടുപിടിച്ചാണ്ട് നടന്ന പോരാ. ആദ്യമൊക്കെ സ്പോർട്സ് എന്താന്ന് പറയണം, സ്പോർട്സ് എന്താന്ന് പഠിക്ക്. കുട്ടികൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നുള്ളതൊക്കെ കുട്ടികൾക്കൊക്കെ ഈ കാലഘട്ടത്തിൽ എന്താണ് ആവശ്യമൊന്നുമില്ല. എന്റെ മാതിരി രാഷ്ട്രീയ ഒലക്കൊന്നുമല്ല ഓൽക്ക് വേണ്ടത്. ഓൽക്ക് ഇതേപോലത്തെ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. ആക്ടിവിറ്റീസുകൾ, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും സ്പോർട്സുകൾ, അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഇല്ലാത്തടത്ത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് വേണ്ടത്. അതിനുണ്ടാക്കി കൊടുക്കും സർക്കാർ. അതിന് കുറച്ചെങ്കിലും ഒരു ഇത് നീക്കിയിരിക്കുമ്പോ അതിനതാക്കാണ് വേണ്ടത്. അല്ല അതിന്റെ ഇടയിൽ കൂടി കടന്നിട്ടോ നെഗറ്റീവ് കണ്ടെത്തിയിട്ട് എന്തിനാ ഇപ്പൊ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ കുറെ കോൺക്രീറ്റ് ഭിത്തികൾ ഉണ്ടാക്കിയിട്ടിട്ട് എന്താ കാര്യം എന്നുള്ളത്.